നിങ്ങളുടെ ജീവിതം ഒരുപാട് വെല്ലുവിളികളാൽ നിറഞ്ഞിട്ടുണ്ടോ? നീതി, ധൈര്യം, ബുദ്ധി ഇവയൊന്നുമില്ലാതെ ലോകം മാറാനാവില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതാ ചരിത്രത്തിലെ ഒരു അജ്ഞാത കഥ, നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന കഥ. ചാണക്യനും ചന്ദ്രഗുപ്തനും. ഒരു സാധാരണ കുട്ടിയും ഒരു ബുദ്ധിമാനായ ഗുരുവും ചേർന്ന് ലോകത്തെ മാറ്റിയ കഥ. ജീവിതം നമ്മെ പലപ്പോഴും പരീക്ഷിക്കും. ചിലപ്പോൾ പരാജയങ്ങൾ നേരിടുമ്പോൾ ഭയം തോന്നും, കൈകളെ വിസർത്തുവയ്ക്കാൻ വയ്യെന്ന് തോന്നും. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, ഓരോ പരാജയവും വിജയത്തിന്റെ ആദ്യ പടി മാത്രമാണ്. പഴയകാലത്തൊരു രാജ്യം അനീതിയിലും ദുരിതത്തിലും മുങ്ങിയിരുന്നു. ആ രാജ്യത്തെ ജനങ്ങൾ ഭയത്തിൽ ജീവിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമാനായ ഗുരു ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നാമം ചാണക്യ. ചാണക്യൻ രാജ്യത്തെ അനീതിയെ കണ്ടു. ജനങ്ങൾക്ക് നീതി നൽകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ തിളങ്ങി. അതിനായി അദ്ദേഹം അനുയോജ്യനായ ഒരു യുവാവിനെ കണ്ടെത്തേണ്ടതുണ്ടെന്ന് കരുതി. ആ കുട്ടി ചന്ദ്രഗുപ്തനായിരുന്നു. ചാണക്യൻ ചന്ദ്രഗുപ്തനിൽ ധൈര്യവും ബുദ്ധിയും കണ്ടു. അദ്ദേഹത്തിൽ ഒരു വമ്പൻ സാധ്യത ഉറങ്ങിയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചാണക്യൻ പറഞ്ഞു, ഈ കുട്ടി ഇന്ത്യയുടെ ഭാഗ്യം മാറ്റും. അതിനാൽ ചാണക്യൻ ചന്ദ്രഗുപ്തനെ ശിഷ്യനാക്കി. ചന്ദ്രഗുപ്തൻ ആദ്യമായി ചാണക്യന്റെ അടുത്തെത്തി. ഭാവിയിൽ മഹാരാജാവാകാൻ പോകുന്ന ഒരാൾ പോലെ. ചാണക്യൻ അദ്ദേഹത്തെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ആദ്യ പാഠം ധൈര്യം. ജീവിതത്തിൽ എപ്പോഴും ഭയം മറികടക്കാൻ പഠിപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ ചന്ദ്രഗുപ്തൻ വലിയ വെല്ലുവിളികളെ നേരിട്ടു. രണ്ടാമത്തെ പാഠം ബുദ്ധി. പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പഠിപ്പിച്ചു. മൂന്നാമത്തെ പാഠം തന്ത്രശാസ്ത്രം. വിജയത്തിനായി തന്ത്രം എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ചന്ദ്രഗുപ്തൻ ഓരോ പാഠവും മനസ്സിലാക്കി. പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം മനസ്സുവിട്ടില്ല. ചാണക്യൻ പറഞ്ഞു, പരാജയം അശക്തിയല്ല, പാഠമാണ്. ചന്ദ്രഗുപ്തൻ ആ പാഠം ഹൃദയത്തിലാക്കി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ധൈര്യത്തെയും നീതിയെയും പ്രതിഫലിപ്പിച്ചു. രാജ്യം പല അനീതികളും കണ്ടു. സാധാരണക്കാരെ പീഡിപ്പിക്കുന്ന അധികാരികൾ രാജ്യത്തെ നിയന്ത്രിച്ചു. ചാണക്യൻ പറഞ്ഞു, നിനക്ക് ശക്തിയും ബുദ്ധിയും ഉണ്ടെങ്കിൽ ലോകത്തെ മാറ്റാൻ കഴിയും. ചന്ദ്രഗുപ്തൻ കരുതി, ഞാൻ ഒരാൾക്കു വേണ്ടി തീയിൽ രാജ്യത്തിനായി പോരാടും. അവർ ചേർന്ന് നീതി, ധൈര്യം, ബുദ്ധി എന്നിവയുടെ പാഠങ്ങൾ അഭ്യസിച്ചു. ചാണക്യൻ ചന്ദ്രഗുപ്തനെ പ്രായോഗിക പരീക്ഷണങ്ങളിലൂടെ പഠിപ്പിച്ചു. ഒരു ശക്തനായ ആളെ എങ്ങനെ നേരിടാമെന്ന് കാണിച്ചു. ചന്ദ്രഗുപ്തൻ ഭയമില്ലാതെ പ്രവർത്തിച്ചു. ചാണക്യൻ സന്തോഷത്തോടെ നോക്കി. അവൻ തയ്യാറായി. ആ ദിവസം ചന്ദ്രഗുപ്തന്റെ ആത്മവിശ്വാസം ഉയർന്നു. ചാണക്യൻ പഠിപ്പിച്ചതെല്ലാം നടപ്പാക്കിയപ്പോൾ ചന്ദ്രഗുപ്തൻ കൂടുതൽ ശക്തനായി. രാജ്യത്തിലെ അനീതികളെ നേരിടാൻ അദ്ദേഹം തയ്യാറായി. സാധാരണ ജനങ്ങൾക്ക് സുരക്ഷയും നീതിയും നൽകാനുള്ള ആഗ്രഹം വളർന്നു. ചാണക്യന്റെ മാർഗനിർദ്ദേശം മഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി മാറി. ചന്ദ്രഗുപ്തൻ നീതിയുടെയും ധൈര്യത്തിന്റെയും ഉദാഹരണമായി മാറി. ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങി. ചാണക്യന്റെ തന്ത്രങ്ങൾ ചന്ദ്രഗുപ്തനെ വിജയത്തിലേക്ക് നയിച്ചു. ഓരോ വെല്ലുവിളിയും അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. ചെറുപ്പത്തിലുണ്ടായ അനീതികളും പരാജയങ്ങളും അദ്ദേഹത്തെ ശക്തമാക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ലോകത്തെ മാറ്റാനുള്ള തീരാ നിരീക്ഷണം വളർന്നു. ചാണക്യൻ പറഞ്ഞു, ശക്തിയും ബുദ്ധിയും ഒരുമിച്ചാൽ സാധ്യമായതിന്റെ അതിരുകൾ മറികടക്കാം. ചന്ദ്രഗുപ്തൻ ആ പാഠം ഹൃദയത്തിലാക്കി. ഭരണകൂടത്തിന്റെ ദുരുപയോഗങ്ങളെ അദ്ദേഹം മറികടന്നു. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷയും നൽകാൻ അദ്ദേഹം ശ്രമിച്ചു. ചാണക്യൻ ചന്ദ്രഗുപ്തനെ മാത്രം പ്രചോദിപ്പിച്ചില്ല, അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമായി. ഓരോ ദിവസവും ചന്ദ്രഗുപ്തൻ പുതിയ പാഠങ്ങൾ പഠിച്ചു. ധൈര്യവും ബുദ്ധിയും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. പ്രശ്നങ്ങളെ നേരിട്ട് നേരിടാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു. രാജ്യത്തെ അനീതികളെ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ചാണക്യന്റെ ഉപദേശങ്ങൾ ജീവിതത്തിന്റെ മാനദണ്ഡമായി മാറി. ചന്ദ്രഗുപ്തൻ വെല്ലുവിളികളെ മറികടക്കാൻ തയ്യാറായി. സ്വപ്നങ്ങൾ കാണുന്നത് മാത്രം പോരാ, അവയ്ക്കു വേണ്ടി പോരാടണം. ഏറ്റവും വലിയ വിജയങ്ങൾ കഠിന പരിശ്രമത്തിലൂടെ മാത്രമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ജീവിതത്തിലെ വീഴ്ചകൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തില്ലെന്ന് ചാണക്യൻ ഉറപ്പിച്ചു. ചന്ദ്രഗുപ്തൻ എല്ലാ പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെ നേരിട്ടു. ജനങ്ങളുടെ വിശ്വാസം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. അധികാരത്തിന്റെ ദുരുപയോഗം മറികടക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. ചാണക്യൻ പറഞ്ഞു, ഒരു ശിഷ്യനും ഗുരുവും ചേർന്നാൽ ലോകം മാറ്റപ്പെടും. ചന്ദ്രഗുപ്തൻ അതാണ് തെളിയിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു. സ്വപ്നങ്ങൾ വലുതാവട്ടെ, എന്നാൽ പരിശ്രമം വലുതായിരിക്കണം. ഓരോ പരാജയവും പാഠമായി മാറുന്നു. അവർ ചേർന്ന് രാജ്യത്തെ മാറ്റിയ ഒരു ഉദാഹരണമാണ്. ചാണക്യ ചന്ദ്രഗുപ്തൻ ബന്ധം ആത്മവിശ്വാസത്തിന്റെ ഉദാഹരണമാണ്.
ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ധൈര്യവും ബുദ്ധിയും ആവശ്യമാണ്. ചന്ദ്രഗുപ്തന്റെ ജീവിതം അത് തെളിയിക്കുന്നു. മഹത്തായ ലക്ഷ്യങ്ങൾ കാണുക, എന്നാൽ അവയ്ക്കു വേണ്ടി പടികൾ കടക്കുക. ചാണക്യന്റെ മാർഗനിർദ്ദേശം അദ്ദേഹത്തിന് പ്രചോദനം നൽകി. ഓരോ പാഠവും ചന്ദ്രഗുപ്തനെ ബുദ്ധിമാനും ധൈര്യനായും വളർത്തി. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, ഓരോ ശ്രമവും വിജയത്തിന്റെ പടിയാണ്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമം അനിവാര്യമാണ്. ചന്ദ്രഗുപ്തന്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ചാണക്യന്റെ ഉപദേശങ്ങൾ ഒരിക്കലും പഴകാത്ത പാഠങ്ങളാണ്. ധൈര്യത്തെയും ബുദ്ധിയെയും ഒരുമിച്ചുപയോഗിക്കുക. ഒരു വലിയ ലക്ഷ്യം കൈവരിക്കാൻ ചാണക്യ ചന്ദ്രഗുപ്തൻ ഉദാഹരണമാണ്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ത്യാഗം വേണം. ചന്ദ്രഗുപ്തനെ പോലെയുള്ള ധൈര്യവും ബുദ്ധിയും നമ്മെ ശക്തമാക്കും. വിജയം നേരത്തെ ആരും കരുതിയില്ല, പക്ഷേ പരിശ്രമം വിജയിച്ചു. ആകാശത്തേക്കുയരാൻ വിശ്വാസവും ധൈര്യവും വേണം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പാഠങ്ങൾക്കാണ്. പാഠങ്ങൾ മനസ്സിലാക്കണം, എന്നാൽ പ്രവർത്തിക്കണം. ചാണക്യ ചന്ദ്രഗുപ്തൻ കഥ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ ധൈര്യവും ബുദ്ധിയും ഒരുമിച്ചാൽ മതി. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാവട്ടെ, പക്ഷേ കഠിന പരിശ്രമം വേണം. ചരിത്രം തെളിയിക്കുന്നു, പരിശ്രമം വിജയത്തിലേക്കുള്ള മാത്രം വഴിയാണ്. ചന്ദ്രഗുപ്തന്റെ ജീവിതം ആഗ്രഹത്തിനും പ്രചോദനത്തിനും ഉദാഹരണമാണ്. സ്വപ്നങ്ങൾ കാണുക, പക്ഷേ അവയ്ക്കുവേണ്ടി പ്രവർത്തിക്കുക. ചാണക്യ ചന്ദ്രഗുപ്തൻ കഥ നമ്മെ ശിക്ഷിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പാഠങ്ങൾക്കാണ്. ആത്മവിശ്വാസം, ധൈര്യം, ബുദ്ധി ഇവ ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ എല്ലാം സാധ്യമാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, ശിഷ്യനും ഗുരുവും ചേർന്നാൽ ലോകം മാറ്റപ്പെടും. ചാണക്യ ചന്ദ്രഗുപ്തന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, ശക്തിയും ബുദ്ധിയും ഒരുമിച്ചാൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും.